ഹലോ ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ലൈഫിൽ ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടായൊരു ദിവസമാണിന്ന്. നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാം. സ്പെഷ്യലി ഇപ്പോൾ എന്തിനാ പങ്കുവയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി പിള്ളേർ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഹയർ സ്റ്റഡിക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവർ പാർട്ട് ടൈം ജോബ് വിത്ത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു 15 വർഷം മുമ്പ് +2 കഴിഞ്ഞിട്ട് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്നു. അടുത്ത കോഴ്സിലേക്ക് കിട്ടുന്നതിന് മുമ്പുള്ള ഫ്രീ ടൈമിൽ അന്ന് എന്നോട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾക്ക് മറൈൻ ലൈൻസ് ഒക്കെ ഒന്ന് കറങ്ങാനുള്ള മറൈൻ ഡ്രൈവ് കറങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയെന്ന് പറഞ്ഞിട്ട് MG റോഡിൽ ടാറ്റയിൽ വന്ന് ട്രെയിനിങ് കഴിഞ്ഞിരുന്നു. IRD എക്സാം കഴിഞ്ഞു. 2-3-4 മാസം അവർ അതിനകത്ത് വർക്ക് ചെയ്തു. അപ്പോൾ അവർക്കത് നല്ല ഇൻകം ഏൺ ചെയ്തപ്പം ബൈ ദ ടൈം അവർക്ക് ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ ബോയ് അവൻ തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിൽ BCom പഠിച്ചു. അപ്പോഴൊക്കെ പാർട്ട് ടൈം ജോബ് വിത്ത് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അത് കഴിഞ്ഞ് അവൻ MBA കഴിഞ്ഞു. ഇവിടെ 2-3 കാറിൻ്റെ കമ്പനികളിൽ സെയിൽസിൽ അവൻ നന്നായി ബിസിനസ് ചെയ്തിരുന്നു. റീസെൻ്റ്ലി അല്ല, മേ ബി ഒരു 4 years ബിഫോർ അവൻ മാരീഡായി. അവൻ്റെ വൈഫ് നേഴ്സാണ്. അവർ UK സെറ്റിലായി. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ആൻറ്റി ഞാൻ 15-16 വർഷം മുമ്പ് എടുത്ത ട്രെയിനിങ് എനിക്ക് ഇപ്പം യൂസ്ഫുള്ളായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മോനെ എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്തായാലും പഠിത്തം ഒരിക്കലും നഷ്ടമാകുന്നില്ല. ഇപ്പോൾ വൈഫ് നേഴ്സായതുകൊണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുട്ടികളെ അവൻ ഓഫീസ് ജോലി ആകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഓഫീസ് ജോലി ചെയ്യുന്നതുകൊണ്ട് 2 ആൺകുട്ടികളാണ്. അവരെ പ്ലേ സ്കൂളിലോ ഡേ കെയറിലോ വിട്ടിട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരാളുടെ സാലറി അങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവൻ പറഞ്ഞത്, അന്ന് ഞാൻ പഠിച്ച ആ ഇൻഷുറൻസ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്കപ്പോൾ വർക്ക് അറ്റ് ഹോമിൽ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ വർക്ക് അറ്റ് ഹോമിൽ വീട്ടിലിരുന്ന് ചെയ്യാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും വീട്ടിലുണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞൊരു സെന്റൻസാണ്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, 10 lakhs ഇന്ത്യൻ മണി പെർ മന്ത് ഞാൻ വീടിനകത്തിരുന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. 5.5 crore വീട് വാങ്ങി. മേ ബി ഒരു മാക്സിമം 1 or 2 years ഞാൻ അതിൽ നിന്ന് ലോൺ ഫ്രീ ആവുമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ അഭിമാനം തോന്നിയൊരു സന്തോഷമാണ്. ഒത്തിരി കുട്ടികൾ ഒത്തിരി പേര് വന്ന് നന്നായി പോയിട്ടുണ്ടെങ്കിലും ആരും തിരിച്ചു വിളിച്ച് നന്ദിയോ സന്തോഷമോ എന്നോട് അറിയിക്കാറില്ല. നന്ദി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അവനതൊരു 18 വയസ്സിൽ കിട്ടിയ ക്ലാസ്സും 21 വയസ്സ് വരെ കിട്ടിയ ട്രെയിനിങ്ങും ഇപ്പോൾ യൂസ്ഫുള്ളായി 33 വയസ്സിൽ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. സോ ഇതെന്തിനാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തൊടുപുഴയിൽ ടാറ്റയുടെ ബ്രാഞ്ച് ഉണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പാർട്ട് ടൈം വിത്ത് ഫുൾ ടൈം ഏതിലും നിങ്ങൾക്ക് ചേരാം. ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈസൻസ് +2-3 months ഇവിടെ എക്സ്പീരിയൻസ് കിട്ടിയാൽ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ അബ്രോഡ് ഓൾസോ. അവനെ പോലെ ഞാനീ പറയുന്ന പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, അവനെ പോലെ ഒത്തിരി ഗേൾസും ബോയ്സും ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻ്റെ കൂടെ. പക്ഷെ ഇവൻ ഇതെന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ഹയർ സ്റ്റഡിക്കോ ജോബ് ഓപ്പർച്യൂണിറ്റിയിലോ വൈഫ് നേഴ്സായിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവരോ ഹൂവർ ഇറ്റ് മേ ബി, ദേ ക്യാൻ തിങ്ക് ഇറ്റ് ഓഫ്. താങ്ക് യു.